നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് അറിയാം. ഇൻഡസ്ട്രീസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നോക്കാം. ഒന്ന്, ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽസ്. അതായത് റോ മെറ്റീരിയൽസ് എന്ത് ഉപയോഗിച്ചാണ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ആ റോ മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡസ്ട്രീസിനെ തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് അഗ്രോ ബേസ്ഡ്, അതായത് അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അഗ്രോ ബേസ്ഡ്, മിനറൽ ബേസ്ഡ്, അതായത് മണ്ണിനടിയിലുള്ള ധാതുക്കളെ ബേസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേത് ഫോറസ്റ്റ് ബേസ്ഡ്. നാലാമത്തേത് മറൈൻ ബേസ്ഡ്. മറൈൻ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റിസോഴ്സുകൾ ഉള്ള സംഭവങ്ങൾ. അതുപോലെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റിസോഴ്സുകളുടെ ഇൻഡസ്ട്രീസ്. ഇനി നിങ്ങൾക്ക് അടുത്ത രണ്ടാമത്തെ ബേസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രികളെ ക്ലാസിഫൈ ചെയ്യാം. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകളെ നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ കുറച്ച് പ്രൊഡക്ഷനേ ഉള്ളൂ. അതേസമയം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിക്കാണെങ്കിൽ വലിയ പ്രൊഡക്ഷനും വലിയ ഇൻവെസ്റ്റ്മെന്റും നടത്തണം. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് അറിയാം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ആരാണ് ഓണേഴ്സ്? അതിന്റെ ആ ഒരു രീതിയിലും നമ്മൾ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കും. അതിൽ ഒന്നാമത്തെയാണ് ജോയിന്റ് സെക്ടർ. ജോയിന്റ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസും അതുപോലെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ജോയിന്റ് സെക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, പല ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ചേർന്നിട്ട് ഇത് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ, ഇൻഡസ്ട്രീസ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ജോയിന്റ് സെക്ടർ എന്ന് പറയും. ഇനി രണ്ടാമത്തേത് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓണർഷിപ്പിൽ നടക്കുന്ന ഇൻഡസ്ട്രീസ് ആണ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ ഓണർഷിപ്പിൽ നടത്തുന്ന ആ ഒരു ഇൻഡസ്ട്രീസിനെയാണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു സെക്ടറോടെ ഉണ്ട്. ആ ഒരു സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, ആ സെക്ടറാണ് കോർപ്പറേറ്റീവ് സെക്ടർ. ഈ കോർപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, കോർപ്പറേറ്റീവ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അത് വിൽക്കുന്നവരും എല്ലാം ചേർന്നിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ അവർ ജോയിന്റ് ആയിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് കോർപ്പറേറ്റീവ് സെക്ടർ.